Start camera. Rolling. Action. ക്യാമറ നോക്കണോടാ? കണ്ണ് മാത്രമേ വരവുള്ളൂ. മസിൽ കാണിക്കണ്ട. മസിൽ സംഭവം ഇവർക്ക് ഡയലോഗ് സ്ക്രിപ്റ്റ് പേപ്പർ ഒന്നുമില്ല, എല്ലാം ലൈവായിട്ട് അവിടെ വെച്ച് പറഞ്ഞ് സെറ്റ് ചെയ്യണം അല്ലേ? ഇപ്പൊ എവിടെയാണ് അടിച്ച അവിടെ കൊണ്ടുപോകുമ്പോ എവിടെയാണ് ചുണ്ട് കൊടുത്ത് ഇവിടെയും കൊടുത്തു. കാരണം ഇവിടെയാണ് ഇടി കിട്ടണം. ചേട്ടാ ഇത് കാണുമ്പോഴേ ഇത് മിക്കവാറും വലിയ കാട്ട വരാതെ പടമാകും. ടൈമിംഗ് മിസ്സാ ഇടി ഉറപ്പായിട്ട് കേട്ടുള്ളൂ. അപ്പൊ പോന്നാ. അപ്പൊ നമുക്ക് ജോലിക്ക് പോകുമ്പോഴായിട്ട് വേറെ കുറച്ച് ജോലിയുണ്ട്. ആ ജോലി എന്ന് പറയുന്നത് ഒരു സിനിമയിൽ അഭിനയിക്കാൻ പോവുകയാണ്. എൽദോ നിന്നെ സിനിമ എടുത്തടാ. അങ്ങനെ അതേപോലെ തന്നെ അപ്പൊ ഞാൻ അഭിനയിക്കാൻ പോകുന്ന ഒരു ഷോർട്ട് ഫിലിമാണ്. ഒരു ചെറിയ പടം, ഒരു ചെറിയ ബഡ്ജറ്റിൽ ഉള്ള പൈസ കൊണ്ട് ചെയ്യുന്ന പടമാണ്. അപ്പൊ ഇതിനു മുമ്പ് ഒരു സിനിമ എടുത്തിട്ടുണ്ടായിരുന്നു, ഷോർട്ട് ഫിലിം. അത് മറ്റേ നമ്മൾ കണ്ടു കാണും, സൊമാറ്റോ ഡെലിവറി ബോയുടെ ഒരു ചെറിയൊരു സ്റ്റോറി വെച്ച പടമാണ്. അതിൽ ഞാൻ വോയിസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. പക്ഷേ ഇപ്രാവശ്യം ഞാൻ അഭിനയിക്കാൻ പോവുകയാണ്. ഒരു ചെറിയ റോളാണെന്ന് പറഞ്ഞു, ഒരു വില്ലൻ റോളാണെന്ന് പറഞ്ഞത്. പിന്നെ ഒരു കാര്യം, വ്ളോഗ് പോലെ അല്ല അഭിനയം കുറച്ച് പാടുള്ള കാര്യമാണ്. അതിന് കുറച്ച് എക്സ്പീരിയൻസ് വേണം. വ്ളോഗ് ആകുമ്പോൾ ക്യാമറ നോക്കി 4 കാര്യം പറഞ്ഞാൽ മതി ഉള്ള കാര്യങ്ങളൊക്കെ. പക്ഷെ അഭിനയം അങ്ങനെയല്ല. ഇല്ലാത്തൊരു സംഭവം നമുക്ക് ഉള്ളതായിട്ട് വിചാരിച്ച് നമ്മൾ ആ കഥാപാത്രത്തോട് മാറി അഭിനയിക്കണം എന്ന് പറയുന്നത് അത്ര നിസാര കേസൊന്നുമില്ല. അത് കുറെ എക്സ്പീരിയൻസ് വേണം. ട്രൈ ചെയ്ത് നോക്കാം ബാ അല്ലേ? എല്ലാം നമുക്കൊന്ന് നോക്കണ്ടേ ഒരു കൈ. ഇപ്പോൾ സംഭവം ഷൂട്ടിംഗ് എല്ലാം ഐഫോണാണ് ചെയ്യുന്നത്. പിന്നെ ലൈറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉള്ള ബഡ്ജറ്റിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരുമാതിരിയൊക്കെ. നമ്മളെ അനിയന്മാർക്ക് നമ്മൾ സപ്പോർട്ട് ചെയ്ത് ആര് സപ്പോർട്ട് ചെയ്യാൻ പോകണം? നീ അഭിനയിക്കാൻ പറഞ്ഞ അടുത്ത സിനിമയിൽ ഞാൻ വൈശു ചേർന്ന് ഒന്നിച്ച് അഭിനയിക്കാം കേട്ടാ. വൈശുവിന്റെ മോളായിട്ട് അഭിനയിക്കട്ടെ അല്ലേ? അപ്പൊ പോയിട്ടാ സമയം പോയി. നേരത്തെ പറയല്ലേ ഇവള്. അപ്പൊ സിനിമയിൽ പോണത് കൊള്ളാം, കുറെ ഗേൾഫ്രണ്ടൊക്കെ വരും, അവരതും കൂടുതൽ കപ്പനി അടിക്കില്ലെന്ന് കളി പോണം. അവിടെ പറഞ്ഞില്ലേ അങ്ങനെയൊന്നും ഒന്നും ഇല്ല. അപ്പൊ ഇതാണ് എന്റെ ഫസ്റ്റ് പടം. അപ്പൊ നിങ്ങൾ എല്ലാവരെയും ബെസ്റ്റ് വിഷസ് എനിക്ക് വേണം. അപ്പൊ നല്ലപോലെ അഭിനയിക്കണം. കെട്ടുന്ന ഏതൊരാളും ശരി, നമ്മളെ പെർഫോമൻസ് മാക്സിമം ലെവലായിരിക്കണം. ഡയറക്ടറിന് അല്ലേ തൃപ്തിയാണോ? അത്ര തന്നെ. അപ്പൊ അത്ര തന്നെ, വേറെ ഒന്നും പറയാനില്ല. അപ്പൊ ജീവിതത്തിൽ പറ. അപ്പൊ ഞാൻ പറയട്ടാ, അപ്പൊ ജീവിതത്തിൽ എന്ത് കഷ്ടം വന്നാലും നഷ്ടം വന്നാലും കുറച്ച് നേരം സെൻഡ് അടിക്കുക, നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് മൂവ് ഓൺ ആകുക, മാക്സിമം ലൈഫ് അടിച്ച് പൊളിക്കുക. കാരണം ഒരൊറ്റ ലൈഫേ ഉള്ളൂ. LAPG ലൈഫ് അടിച്ച് പൊളിക്കണം ഗൈസ്. കട്ടൊക്കെ നിൽക്കണം. ഓക്കെ, നമ്മളെ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ഇതാണ് ഷൂട്ടിംഗ് സ്പോട്ട്. ഇതിൻ്റെ അകത്താണ് പറഞ്ഞത്. കാണുമ്പോൾ തന്നെ ഗുണ്ടാക്ഷൻ സെറ്റപ്പ് ഉണ്ടാ. ഇതാണ് ഡയറക്ടർ നമ്മളെ ആകാശ്. ഇപ്പൊ പോയാലോ? അപ്പുറത്താണ് എന്റെ വീടാണ്. ഇവിടെ ഷൂട്ട് ഇവിടെ ഇല്ലേ? ഇവിടെ ഷൂട്ടല്ല കേട്ടോ, ഇവിടെ വീടാണ് ആകാശിന്റെ. ഇവിടെയൊക്കെ അമ്മയാ? ഹായ് അമ്മ. ഓക്കെ, ശരിക്കോട്ടെ. ഇതാ റൂം. സെറ്റ് തന്നെ കേട്ടാ. ശരി തന്നെ. ഇതെന്തോ സീഡി ഇറങ്ങിക്കൊണ്ടിരിക്കണം. പഴയ ടെക്നിക്ക് സീഡിയാണത്. അപ്പൊ ഇതാണ് നമ്മളുടെ ആകാശിന്റെ എന്താ പറയാ, എഡിറ്റിംഗ് ടേബിൾ, ഗെയിമിംഗ് എല്ലാം അവിടെ തന്നെ. പുള്ളി പൊളിക്കാണ് കേട്ടാ. നമ്മളൊക്കെ ഒരു മൊബൈൽ ഫോണിൽ എഡിറ്റ് ചെയ്യുന്നത്. ഇവിടെ നോക്ക് എന്തൊക്കെ സെറ്റപ്പ് ഉണ്ട്. ഇതുവരെ കണ്ടാ മനസ്സിലാവോ? ഇത്ര ലെയർ കണ്ടാ? ഇപ്പൊ നമ്മളെ പടത്തിൽ ലെയർ ഉണ്ടാ. ഇത് നമ്മളെ പടമാണ്. നമ്മുടെ പടത്തിന്റെ ഫസ്റ്റ് ഭാഗമാണ് ഈ ഇതാ. ഇതൊക്കെ നമ്മളെ പടമാണ്. ഓൾറെഡി കുറെ സീൻ പോയേട്ടാ. നമ്മളെ സീൻ ക്യാമിയോ ആയിരിക്കും മിക്കാറ്. നമ്മളെ ഈ വിക്രം പടത്തിൽ ഇതുണ്ടല്ലോ റോളക്സിന്റെ റോളക്സ്, അതുപോലെ ഞാൻ മിക്കാറ് ലാസ്റ്റ് വരും സിംഗത്തെ ഫോട്ടോ ഉള്ള സിനിമ. അതുപോലെയാണ്. അതുപോലെ ഇതൊരു മിഡിലാകുമ്പോ വരുന്നത്. ഇതൊക്കെ നമ്മളെ സീൻ കുറെ എടുത്തല്ലേ? ഏകദേശം എത്ര കംപ്ലീറ്റ് ആയി സീൻ? സീനല്ല സിനിമ തീരാറൊന്നുമില്ല. ഒരുപാട് എടുത്ത് പകുതിയാക്കണോ? പകുതിയൊക്കെ എടുത്ത് പകുതിയൊക്കെ. ഇതാണ് നമ്മുടെ നായിക. സൂപ്പർ അടിപൊളി, രക്ഷയില്ല. ഇതാണ് നായിക. നമ്മളെ ലുക്ക് ഉണ്ട്. സാറ് നായികമാർ ചുമ്മാ വയ്ക്കും പേരിന്. ഇത് കാണുമ്പോൾ കറക്റ്റ് ലുക്ക് തോന്നുന്നു. നായിക വരൂലേ സീനില്? നമ്മളെന്താ ഇന്ന് വരും. അവന്റെ ഫോൺ നമ്മൾ എടുക്കണം. ഇതാണ് നായിക, നമ്മുടെ നായകൻ. അപ്പൊ ഇവന് ഞാൻ ഫൈറ്റ് കാണും മിക്കവാറും ക്ലൈമാക്സ് അല്ലേ? ഇടിച്ചിട്ടേ കളയാം. പിന്നെ നമ്മളെ ഫൈറ്റ് ഉണ്ടോ? ഡയലോഗ് മറ്റേ മാസ് പരിപാടി. ഫൈറ്റ് ഒന്നുമില്ല. നമ്മള് വലിയ തലവന്മാരാണ്, ഗുണ്ടാ തലവനാണ്. നമ്മൾ ഫൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ വിചാരിച്ചേട്ടാ ഇതാണ് നമ്മുടെ രക്തം. ഇത് ചേട്ടന്റെ ചേട്ടന്റെ ചിങ്കിടി ഉണ്ട്. അവനാണ് മെർവിൻ. മെർവിനാണ് ചേട്ടൻ ചിങ്കിടി. അപ്പൊ ഇവനെയാണ് അടിക്കണം. ഓ, നീ അടികൊള്ളത് പാവം കേട്ടാ. ഞാൻ അടിക്കുകയാണല്ലേ ആളെ വെച്ചിട്ട്? അയ്യോ, കൊച്ചു പയ്യൻ കേട്ടാ. എങ്ങനെ അടിക്കാൻ? സത്യം പറഞ്ഞ ഈ പയ്യനെ കാണുമ്പോൾ ഒരു അടിക്കാൻ തോന്നില്ല കേട്ടാ. ആള് തീരെ കൊച്ചായിരിക്കണം. തിരിച്ചടിക്കുമല്ലോ. ഇതാണ് നായകൻ. അപ്പൊ നായകൻ പേരെന്താണ്? അഭിഷേക്. ഇത് മെർവിൻ,
ഈ പടത്തിന്റെ ക്യാമറാമാനാണ്. പിന്നെ അതേപോലെ ഇത് ആദിത്യ അല്ലേ, പേര് സത്യം പറഞ്ഞു, അസിസ്റ്റന്റ് ഡയറക്ടറാണ്. ഓക്കെ, അപ്പൊ ഇത് മറ്റേ അടികൊള്ളാൻ വന്ന ഒരു പയ്യനാണ്. ഞാനാണ് പുതിയ ആസ്ഥാന ബോഡി നിലവിലെ 3 റോളൊക്കെ ഇതില് എന്നെ തിരിച്ചറിയുന്നു. സത്യം പറഞ്ഞാൽ ഇത് മൊത്തം ഒന്നിച്ച് പഠിച്ച ആൾക്കാരാണ് കോളേജിൽ അല്ലേ, മൊത്തം കോളേജുണ്ട് ഇവരെ പടം അഭിനയിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതിനകത്ത് എനിക്കൊരു ചെറിയൊരു വില്ലൻ റോൾ, ചെറിയ വില്ലൻ അത്ര തന്നെ. അപ്പൊ അത് കാണുമ്പോൾ പടം കാണുമ്പോൾ പറയാൻ പറ്റും. സത്യം പറഞ്ഞ കഥ എനിക്ക് അറിഞ്ഞു ഫുൾ ആയിട്ട്. അപ്പൊ എനിക്ക് പടം റിലീസ് ആയാലും അറിയാൻ പറ്റുള്ള കാര്യങ്ങളൊക്കെയാണ്. നേരെ പോകുന്ന സമയമല്ലേ, ഞാനൊക്കെ വരാനുണ്ടോ അഭിഷേക്, ആദിത്യ, മെർവിൻ, ശരത്ത്, ആകാശ്. ഇതാണ് ചേട്ടന്റെ ചിങ്കിടി. ആകാശ് പറഞ്ഞ ഡയറക്ടറാണ്, അഭിനയിക്കുകയും ചെയ്യും. ഇത് മെർവിൻ ക്യാമറമാൻ. ഈ പുള്ളി അഭിനയിക്കുമല്ലേ ഇടയ്ക്കിടയ്ക്ക്. ഇവനാണ് എന്റെ അസിസ്റ്റന്റ്. ഞാൻ ഇവനടുത്ത് പറയുന്നത് ഇവൻ അടിക്കാൻ വേണ്ടിയിട്ട് ഇവനാണ്. അപ്പൊ അടിച്ച് റെഡി ആക്കുമ്പോൾ ഞാൻ ഇടയ്ക്ക് പറയാം. അതുകൊണ്ട് BT സൈഡ് കാണിച്ചില്ല. ഞാനിവിടെ വ്ളോഗ് ചെയ്യുന്നത്, അവിടെ ആകാശം വ്ളോഗ് ചെയ്യുന്നത്. ഇവരെ വീഡിയോസ് ഒക്കെ പയ്യെ വരുമായിരിക്കും. എന്റെ വ്ളോഗ് മിക്കവാറും നാളെ തന്നെ വരും. അയ്യോ പണിയായല്ലോ. അപ്പൊ എല്ലാരും കേട്ടാ പടത്തിനെ പറ്റി പറ. അഭിഷേക് ലൈറ്റ് ഇവിടെ ഇങ്ങോട്ടോ. അഭിഷേക്, ആദിത്യ എല്ലാം കൂടെ നമ്മളെ പടത്തിനെ പറ്റി 4 വാക്ക് പറഞ്ഞ കൊള്ളായിരുന്നു. നമ്മുടെ ഷോർട്ട് ഫിലിം ദൂരെയാണ്. നമ്മൾ നിഴല് ഒരു 5-6 മാസം മുമ്പെയാണെന്ന് പറഞ്ഞു. നിഴലിൽ നമ്മൾ ചെറിയ പടം, ഒരു കുഞ്ഞു പടം. ഇത് അതിന്റെ കുറച്ച് അടിപ്പടം കുറച്ച് അടിയൊക്കെ ഉണ്ട്. അപ്പം റൊമാൻറ്റിക് ആണ് കൂടുതലും. ഇതാണ് നമ്മുടെ നായകൻ അഭിഷേക്. ഇൻട്രോവേർട്ട് എന്ന് പറഞ്ഞു നടക്കുന്ന എക്സ്ട്രോവേർട്ടാണ് വരും. സത്യം പറഞ്ഞാൽ പുള്ളി കാണാൻ ഹീറോ ലുക്ക് ഉണ്ടല്ലേ. മസിലെ കടിച്ച് ഇതെല്ലാം എഡിറ്റിങ്ങിനാണ് പിടിക്കുന്നത്. എന്തായാലും ഷൂട്ടിംഗ് സ്പോട്ട് നല്ല ഒരു രസമായിരിക്കും അല്ലേ. തീരെ ഒരുമാതിരി ബോറായിരിക്കും തോന്നില്ല. പിന്നെ ഒരു കാര്യം, ഞാൻ ഫസ്റ്റ് അഭിനയിക്കാൻ പോയാണ്. കുറെ മിസ്റ്റേക്ക് എന്തായാലും ഉണ്ടാവും. റീടേക്ക് കുറച്ച് പോയെന്നിരിക്കും. മാച്ച് കാണിക്കണം, ഇത് കാണിക്കണം, കാണിക്കണം. പടം 5 ഇങ്ങനെയൊക്കെ ഓരോ അത്യാവശ്യം അതൊന്നുമില്ല. എനിക്ക് സത്യം പറഞ്ഞ ക്ലാസ് ആയിരുന്നാ മതി. റിയൽ ആയിരിക്കണം അത്ര അല്ലേ ഓക്കെ. ക്രൂ ഒക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇരുട്ടത്ത് കാണാൻ പറ്റും, ഒരുവിധം കാണാൻ പറ്റും, കുഴപ്പമില്ല. അപ്പൊ എവിടെ ക്യാരവൻ ഒരു കസേര മാത്രമേ ഉള്ളൂ. അതാണ് ക്യാരവൻ അല്ലേ. അവിടെ പോയി ഇരിക്കുക സീൻ കഴിഞ്ഞിട്ട്. വണ്ടിയിൽ പോകണ്ടല്ലേ, നടന്നു പോലോ. അടുത്ത് തന്നെ അല്ലേ. കണ്ട തളപതി തളപതി വിജയ് ജനനായകം. അപ്പോൾ പടത്തിന് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് ഞായറാഴ്ച ഷോയ്ക്ക്. സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ഡേ ഫോണും ഉണ്ടായിരുന്നു. നമുക്ക് കുറച്ച് ജോലിയും കാര്യങ്ങളുണ്ട്, അതിൽ ഫാമിലിയായിട്ട് പോകണമെന്ന് ഐഡിയ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഞായറാഴ്ച ഷോയ്ക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഞായറാഴ്ച വൈകിട്ട് 6:30 മണിക്ക് ഏരീസ് പക്സ് തിയേറ്ററിലാണ്. വിജയ് ആരാധകർക്ക് നിരാശയുണ്ടാക്കുന്ന ഒരു വാർത്തയിലേക്കാണ്. വിജയ് ചിത്രം ജനനായകന്റെ റിലീസ് മാറ്റിയിരിക്കുന്നു. വെള്ളിയാഴ്ച ആ ചിത്രം റിലീസ് ചെയ്യില്ല എന്ന് നിർമ്മാണ കമ്പനിയാക്കി. ഇതൊന്നും നോക്കണ്ട, അടിച്ചോ. ഓക്കെ ബോസ്. ഇതല്ലേ ഇത് കാണുമ്പോഴേ പടിയാക്കണേ. കിഡ്നാപ്പ് ചെയ്യാൻ പറ്റിയ വീടല്ലേ. കേട്ടപ്പാത്തലേ ഭയമാർക്ക് പറയല്ലോ അടിവേലി. അതേപോലെ വീട്ടപ്പാത്തലേ ഭയമാർക്ക്. ഇവിടെ ഷൂടാമോ അങ്ങനെ? അല്ല, ഷൂ ഊരിക്കോട്ടെ. ഓക്കെ ഓക്കെ. ഇപ്പൊ ഷൂ ഒന്നും കാണിക്കൂലേ ഫ്രെയിമില്? ഞാൻ വെറുതെ ഷൂട്ടാണ് നിൽക്കുന്നത് ആവശ്യമില്ലാതെ. ചെറിയ തർക്കം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ കുങ്കുമക്കുറി ഇടണോ വേണ്ട എന്നുള്ള കാര്യത്തില് ഞാൻ എന്തായാലും ശരി, എന്തിനും ഓക്കെയാണ്. കുങ്കുമക്കുറി ഇടണമെങ്കിൽ ഇടണമെങ്കിൽ വേണ്ട. ഇങ്ങനെ എടുത്തോണ്ട് പോയി ഇങ്ങനെ ഇവിടെ നിന്നാണ് ശരത്തിന് മുഖം കാണിക്കണം. ഇവിടെ നിന്നിങ്ങനെ രക്തം തുപ്പിയിട്ട് ഇവിടെ 2 ഇടി ഇടിച്ചിട്ട് അവനെ ഇവിടെ നിന്നാണ് പുള്ളിയുടെ ഇൻട്രോ, മനസ്സിലായി? അപ്പൊ അതുവരെ ഈ ഇവന്റെ ഒരു ഇടി കഴിഞ്ഞ് പുള്ളി നടന്നു വരുന്നു. ഇവ ഇങ്ങോട്ട് കുരിഞ്ഞു എടുക്കുമ്പോ മനസ്സിലായി ഇവിടെ കടന്നാ ഇടി വാങ്ങുമ്പോ ഇടിക്കാൻ ഇവിടെ എടുത്തിട്ട് എന്നിട്ട് അവസാനം പുള്ളി ഇങ്ങനെ കൊണ്ട് പോടെ ഇങ്ങനെ പറയുന്നു. ഡയലോഗ് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ സംഭവം ചെറിയൊരു പ്രശ്നമുണ്ട്. അതായത് കോസ്റ്റ്യൂം വന്നിട്ട് ചേഞ്ച് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. താടിക്ക് ശവയം പറയാണ്. സത്യമായി താടി ഷേവ് എനിക്ക് വൃത്തിയാണ്, ശരിയാവില്ല. ഞാൻ പണ്ട് ഞാൻ താടി ഷേവ് ചെയ്തിട്ടുണ്ട്, തീരെ ബോറാണ്. ഇതൊക്കെ മതിയില്ലേ, ഫേസ് ഓക്കെയാണ് തോന്നി പറഞ്ഞ്. ഇനി ഷർട്ട് വേണമെങ്കിൽ മാറ്റാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ മാല ഇത് മതിയെങ്കിൽ മതി, ഇല്ലെങ്കിൽ വേറെ ശരി എല്ലാം അല്ലേ. നമ്മള് അവർക്കില്ല അതിന്റെ ഒരു ഐഡിയ ഉള്ളു എങ്ങനെയാണെന്നുള്ളത്. അതനുസരിച്ച് മുന്നോട്ട് പോകാം. ഓക്കെ. അപ്പൊ ഷർട്ട് നോക്കിയിട്ട് എടുത്തിരാന്ന് പറഞ്ഞിട്ടുണ്ട്. കിട്ടിയില്ലെങ്കിൽ ഇതിനെ ഇട്ട് യൂസ് ചെയ്യാം. അപ്പൊ അങ്ങനെ ഐഡിയ വാങ്ങിയാൽ തയ്യാറാണല്ലോ അല്ലേ?
ഓക്കെ, അപ്പൊ എന്തെങ്കിലും പറയണം വേറെ കാണുന്നുണ്ടെങ്കിൽ നമ്മളെ പയ്യന്മാരെ അടിക്കുന്നത്. അപ്പൊ നമുക്ക് മോളിൽ പോയി നോക്കാം സംഭവം എന്താണെന്നുള്ളത്. എന്തൊക്കെ ബഹളം അവിടെ വടി ഇടിഞ്ഞ് വീടോ ആടെ നടന്ന് എന്താണ് വല്ലത് കിട്ടിയാ സാ കോസ്റ്റ്യൂം ഒക്കെ നോക്കിക്കൊണ്ടിരിക്കണ? ഇന്ന് തീരോ ഷൂട്ടിങ്? എനിക്ക് ഡാറ്റ് ഇന്ന് മാത്രം തരാൻ പറ്റുള്ളൂ, നാളെയാണ് പേയ്മെന്റ് മാറും. ഏത് ഇഷ്ടം പോലെ കോസ്റ്റ്യൂംസ് ഉണ്ട്. ചേരും എനിക്ക് സൈസ് ഇവ എടുക്കണ മൊത്തം ഇത് ഇട്ട് നോക്കാം. ഇതാ അത് വലുതാണോ? ബ്ലൂ അല്ലേ ഇത് ആകാശ് വണ്ണം ഇത് എക്സൽ ആണ് കേട്ടോ, ഇതിട്ടോ എനിക്ക് കുഴപ്പമൊന്നുമില്ല. ആശ പറയണത് കളറാന്നുള്ളത് ഗേൾ ഫ്രണ്ട് പറഞ്ഞ അതായിരിക്കും ആലോചിക്കണത് തരാൻ വേണ്ടിട്ട് എങ്ങനെ അങ്ങനെയല്ല, ഇത് അണച്ചാ പറഞ്ഞത്. അണച്ചാ പറഞ്ഞത് എന്തോ സീക്രട്ട് ഉണ്ടാ. നീ ഭയങ്കര വെളുപ്പ് വെളുത്തിരിക്കുന്നു. നീ ഇല്ലെങ്കിലേ എളുപ്പമില്ലേ? ശരത്തിന് നോക്കട്ടെ, ശരത്ത് വെളുത്ത ക്യാമറ ടെക്നിക് എന്ന് പറയാം. തന്നെ ക്യാമറ ടെക്നിക്. അതാ ചാട്ട റെഡിയായി. ഇത് കൊള്ളാം കൊള്ളാം കേട്ടോ, ഇത് കൊള്ളാം. ബട്ടൺസ് അയച്ചിട്ടോ രണ്ടാമത്തെ ബട്ടൺസോ ഒന്നുകൂടെ അയച്ചിട്ടോ, സീനില്ല. അത് കൈ നേരെ മടക്കട്ടെ. തേക്കണോ? തേക്കണം വരെ തേക്കണം. ചുളു ക്യാമറ അറിയാൻ നോക്കി വേണ്ട. ഇതിലല്ല നമ്മളെ ക്യാമറ ഉദ്ദേശിച്ച സാധനം കിട്ടി. കുങ്കുമം കൂടി കുങ്കുമ വേണ്ടടാ, എന്തിനാ? ഇല്ല എനിക്ക് വേണം. നീ പറയും, ഞാനാ ഡയറക്ടർ. ഇതാണ് എന്റെ ആവശ്യം. ഇയാളാണ് പുള്ളി. ഇതാണ് ആവശ്യം. അപ്പൊ ഇതാണ് പുതിയ കോസ്റ്റ്യൂം. ലൈറ്റ് കളർ വേണമെന്ന് പറഞ്ഞല്ലേ? ഇതെന്ത് കളർ? ലൈറ്റ് ബ്ലൂ ആ. ബ്ലൂ ആഷ് സെറ്റപ്പ് എന്തൊക്കെയാണ്. ഇതാകുമ്പോ ആ ലുക്ക് ഇടുന്ന പറയുന്നത്. കുറി അടിക്കണോ? കുറി അടിക്കണം. ഒന്ന് മുഖം കഴിയിട്ട് മേക്കപ്പ് മാൻ ആരാണ് ഇവിടുത്തെ? ഇവിടെ എല്ലാം നമ്മൾ തന്നെ മേക്കപ്പ് മാൻ, നമ്മൾ തന്നെ കോസ്റ്റ്യൂം ചേഞ്ച് എല്ലാം നമ്മൾ നായകന് മേക്കപ്പ് മാൻ ആക്കി അല്ലേ? ഓരോ ആൾക്കാർ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അത്ര തന്നെ. ഫേസ് വാഷ് ചെയ്യാം ആദ്യം. സോപ്പിട്ട് കഴിയുന്നു. സിനിമ അഭിനയിക്കാൻ എന്ത് പാടെന്നറിയാമോ? നിങ്ങൾ ഈസി ആയിട്ട് കണ്ടിട്ട് ഹൈ ചെയ്ത് കൊള്ളൂ എന്ന് പറയും, പക്ഷെ ഇതിന് ബാക്കിൽ എന്ത് വർക്ക് കണ്ടാ ഇല്ലേ? അങ്ങോട്ട് തന്നെ ബഡ്ജറ്റ് ഉണ്ടോ പടത്തിന്? ഈ പടത്തിന്റെ ബഡ്ജറ്റ് ഇതൊക്കെയാണ് സംഭവം. അപ്പൊ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യണം. നമ്മൾ ഇത് എന്റെ പഴയ വീടുകളിൽ ആരും വരാറില്ല, അതുകൊണ്ടാണ് സോപ്പ് തന്നെയാണ്. ഇപ്പൊ എന്തായാലും ഡയറക്ടർ ഫേസ് വാഷ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യാണ്. നമ്മളെ ഫേസ് കുറച്ച് നല്ലതായിരിക്കും. ഓക്കെ മതിയാ? ഓക്കെ ആണല്ലോ. ഇനി എന്താ ചെയ്യണോ? ഉടുപ്പൊരി റോഡിൽ ഇറങ്ങി ഓടണം. ബസ്സിൽ കാണിക്കാം. എന്താണ് ചെയ്യാം? പടം ഹിറ്റ് ആയിരിക്കും അത്ര തന്നെ അല്ലേ? തോർത്തലുണ്ട കയ്യിൽ ഉണ്ടാ? അയ്യോ അത് ഉണങ്ങിക്കോളും, കുഴപ്പമില്ല. തോർത്ത് കൊള്ളാമോ? BGM ഒന്ന് മാറ്റി കളയില്. പൊട്ടാണോ ഇങ്ങനെ അടിക്കണോ? ഇങ്ങനെ അടിക്കണ്ടേ? പൊട്ടാ നോക്കട്ടെ. ലുക്കായാ? ഓ ഈ ലുക്ക് അല്ലേ? വില്ല ലുക്കായല്ലേ ഇപ്പം? ഓ പോക്കിരി പൊങ്കൽ ഇനി വിടണോ? മറ്റേ പഴയ പടത്തിൽ ശാസ്ത്രം നാട്ടാൻ പറ്റില്ലേ? എന്നടാ പണ്ടേ നാട്ടാൻ சொல்ல കേട്ടാകണോടാ നീ? അതേപോലെ തുടങ്ങാം. ഇത് മതിയാ? ഷർട്ട് ഇത്ര വേണോ? ഓക്കെ ആണല്ലോ? നിങ്ങൾ ഇഷ്ടപ്പെട്ടല്ലോ അത്ര തന്നെ. എനിക്ക് അവർക്ക് ഇഷ്ടപ്പെടാൻ മതി. മുടി ഓക്കെ ആണോ? അങ്ങനെ ഇപ്പൊ ലുക്ക് ഉണ്ടല്ലേ? പിന്നെ ലുക്ക് അല്ലേ കുറച്ചുകൂടെ? ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റ് ഷർട്ടിലെ പോക്കറ്റ് ചെറിയ പ്രശ്നമുണ്ട്. അത് റേറ്റ് അടുത്ത് കയറിയൊക്കെയാണ്. അത് അവർ അഡ്ജസ്റ്റ് ചെയ്തു. കുഴപ്പമില്ല. നമ്മളെന്തായാലും ഒന്ന് മടക്കി വെച്ചേക്കാം നേരം. ഓക്കെ പെർഫെക്ഷൻ്റെ ആളാണ് ചെയ്യുന്നത്.
ഓക്കെ ആണോ? ഡയറക്ടറിന്റെ അഭിപ്രായം എന്താണ്? ഉദ്ദേശിച്ച ഇത് തന്നെ ഒരു സാധനം തോന്നല്ലേ നൈസ് ലുക്കുണ്ട്. തുടങ്ങലാമാ ചേട്ടൻ ഒന്ന് ഇവിടെ ചേട്ടൻ ചുമ്മാ നടന്നാൽ ചുമ്മാ സ്ലോ മോഷൻ ഒന്നും ഇടണ്ട. എപ്പോഴും പോലെ നടന്നു പോയാൽ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെയാണെങ്കിൽ പൊക്കിയിട്ടാണ് നടന്നു. ഇവിടെ നിന്ന് അങ്ങറ്റം വരെ നടക്കണേ ബസ് ചേട്ടന്റെ ഷോ നോക്കടാ. ലൈറ്റ് ബാക്ക് ചെയ്തടിയടാ. ചാടി പാർമോളെ പോകുന്നേ ഇങ്ങനെ ഇങ്ങനെ കയറി പോയാൽ മതി. അതേ സ്ലോ മോഷൻ ആയിക്കോളാം. ചേട്ടാ സ്ലോ മോഷൻ ലാസ്റ്റ് പോ. സ്റ്റാർട്ട് ക്യാമറ റോളിംഗ് ആക്ഷൻ. അതല്ല ഏട്ടാ, കുനിയേണ്ട ആവശ്യമില്ലേ? കുനിയല്ലേ അങ്ങനല്ല ഏട്ടാ, ഇങ്ങനെ നമ്മള് ഇങ്ങനെ പോവാണ്. ചുമ്മാ ചുമ്മാ ക്യാഷ് അനന്തൂനെ ഞാൻ വിളിക്കാൻ മറന്നതാ. അജ്മൽ ജെല്ലി ജെല്ലി ഷൂട്ടിനിടയ്ക്ക് ഫോൺ കോൾ എന്താണത്? എന്റെ സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. ആക്ഷൻ മതി. ലൈറ്റ് ഉണ്ട്. ക്യാമറയെ നോക്കണോ കണ്ണും വെച്ചിട്ട്? സത്യം പറഞ്ഞാൽ കുറെ ടൈപ്പ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചില ടൈക്ക് എന്റെ മിസ്റ്റേക്ക് കൊണ്ട് മാക്സിമം ടൈക്ക് നമ്മളെ ഇതാണ് അല്ലെ ലൈറ്റിങ്ങിന്റെ വിഷു, പിന്നെ ആ ക്യാമറ കറക്റ്റ് ഒരു ആംഗിൾ കിട്ടുള്ളൂ. ആ വിഷയം ഈ ഷോർട്ട് ഫിലിം ഇത്ര സംഭവമാണെങ്കിലേ വലിയ വലിയ പടങ്ങൾ എന്തുമാത്രം പിന്നെ ഈ പൊക്ക സാധനം പൊക്ക ഈ രണ്ട് ഗ്രിഡ് ഇല്ലേ, ഇതില് ഈ ഡോർ രണ്ട് നിക്കണം. പുള്ളി നടുക്ക് നിന്നാ മതി. ഗ്രിഡില് ഈ രണ്ടാം ഗ്രിഡ് മനസ്സിലാക്കി. റെഡി. പരമശിവ 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 അല്ലേ? അപ്പൊ ഒരു ചെറിയ ബ്രേക്ക് ആണ് ഇപ്പം. മണി ഇപ്പൊ എത്രയായി? 20 അപ്പൊ നമുക്ക് ചായ ഒന്നും ഇല്ല, ഓൺലി വെള്ളം മാത്രമേ ഉള്ളൂ അല്ലേ? അങ്ങനെയൊന്നുമില്ല, ചായ കുടിക്കാം, സമയമില്ല അല്ലേ? മെയിനായിട്ട് നമുക്ക് സമയം ഉള്ള സമയത്ത് മാക്സിമം ഷൂട്ട് ചെയ്ത് പോകണം. വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് ചായ കുടിച്ചിട്ടാണെങ്കിൽ പിരിയാം. അപ്പൊ ഇവിടുത്തെ സെറ്റപ്പ് സൂപ്പർ ആണ്. രക്ഷയില്ല, കൊള്ളാം. ഒരു നല്ല എന്താ പറയാ, ഷൂട്ടിംഗ് ആയിട്ട് തോന്നില്ല, ഒരു കൂട്ടുകാരായിട്ട് ഒരു ടൂർ വന്ന ഫീലാണ് റൂമിന്റെ അകത്ത് അല്ലേ? സംഭവം അടിപൊളി. അല്ല സ്ലോ മോഷനായിട്ട് കണ്ടപ്പോൾ എന്റെ ലുക്ക് ഒരു ഹീറോ ലുക്ക് ആയിരിക്കണം, വില്ലൻ പോലെ തോന്നില്ല. എനിക്ക് അർത്ഥം വിജയൊക്കെ ഓർമ്മയാണ്. നമ്മളെ വിജയ് ഫാൻസ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്താലും വിജയൊക്കെ ആ ഒരു അല്ലേ, പുള്ളിക്കാർ സൂര്യ ഫാൻസ് ആണ്. എന്നാൽ ഇതൊക്കെ പറയുന്ന പ്രശ്നമാവില്ല. സത്യം നമ്മൾ എന്ത് ചെയ്താലും നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ വിജയ എന്തെങ്കിലും ഒരു സ്റ്റൈൽ വരെയാണ്. അതുകൊണ്ട് ഒരുപാട് സ്റ്റൈൽ നമ്മളിങ്ങനെ എടുക്കുകയാണ്. അത് എന്ത് ചെയ്താലും ആരെങ്കിലും കോപ്പി ചെയ്യും പോലെ ഇരിക്കുന്നത്. അതുകൊണ്ട് കോപ്പി അല്ലാതെ നമ്മളെ സ്വന്തം സ്റ്റൈൽ ചെയ്യണം ഏറ്റവും ബെറ്റർ ഐഡിയ. ഓക്കെ, അപ്പൊ അടുത്ത ഷോട്ട് എടുക്കാം. 2-3 ഷോട്ട് കഴിഞ്ഞായിരുന്നു. ഇപ്പം സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഓരോ സെക്കൻഡേ വരുള്ളൂ സീൻ്റെ അകത്ത്. അപ്പം അത്രയ്ക്ക് പെർഫെക്ഷൻ നോക്കിയാണ് ഇവർ ഓരോ കാര്യം ചെയ്യുന്നത്. കഷ്ടപ്പാടുണ്ട് ഇവിടെ അല്ലേ? പിന്നെ ഇത് സത്യം പറഞ്ഞാൽ കഷ്ടപ്പാട് കുറവാണ്. നമ്മള് നമ്മളെടുത്തത് നമ്മളൊരു 3 ദിവസം 4 രാത്രി 4 മണി വരെ എടുത്തു. ക്യാമറമാൻ ഇവിടെ നിൽപ്പുണ്ട്. ക്യാമറമാൻ അല്ല, ക്യാമറയുടെ ഓണർ പുള്ളിക്കാരനാണ്. ഇടയ്ക്കിടയ്ക്ക് ഫോൺ കോൾ വരുമ്പോൾ പുള്ളിയുടെ കയ്യിൽ ഫോൺ പോവുകയാണ്. ക്യാമറ അതാണ് ഇടയ്ക്കിടെ കോള് പറഞ്ഞല്ലേ? അപ്പൊ എന്തായാലും ഈ വ്ളോഗ് വരുമ്പോ എന്തായാലും പുള്ളിക്കാരെല്ലാം മനസ്സിലാവും. എല്ലാം പോകും. ഐഫോൺ ഏതാണത്? ഐഫോൺ 15 ആണ്. സംഭവം ഈ ഫോൺ എത്ര ക്വാളിറ്റി ആണ്. അപ്പൊ ഐഫോൺ 16 Pro ഒക്കെ എടുത്തു കഴിഞ്ഞാൽ വേറെ ലെവലായിരിക്കും അല്ലേ? ഓക്കെ, ടീ ബ്രേക്കിന് വെള്ളം വന്നിട്ടുണ്ട്. ഇത് വാട്ടർ ബ്രേക്ക് ആണ്, ടീ ബ്രേക്ക് അല്ല. ഇത് വെള്ളം താ ഭംഗി ചൂട്. അപ്പോ സത്യം പറഞ്ഞാൽ മഞ്ഞെല്ലാം പോയട്ടെ. ഡിസംബർ വരെ മഞ്ഞുള്ളൂ. ഇനി ജനുവരി ടൗൺ വെയിലായിരിക്കും അല്ലേ? ചൂടുകൊണ്ട് ചാവും. അപ്പൊ ഇതാണ് ലൈറ്റ്. ക്രിക്കറ്റ് ബാറ്റ് പോലെ നമുക്ക് ലൈറ്റ് ആയിട്ട് യൂസ് ചെയ്യാം, ബാറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. എല്ലാ കളറും വരും. പച്ച, ചവള, നീല, കിളിപ്പച്ച, മഞ്ഞ. കിളിപ്പച്ച വരും, കിളിപ്പച്ച RGB എല്ലാ കളറും വരും. അപ്പൊ എന്തായാലും വാടക എടുത്ത് ആദ്യമൊക്കെ അവര്, പിന്നെ പൈസ ബഡ്ജറ്റ് കാരണം സ്വന്തമായിട്ട് വാങ്ങിച്ചതാണ് നല്ലത്. അതെ, നമ്മൾ വല്ലപ്പോഴാണെങ്കിൽ കുഴപ്പമില്ല, വാടക എടുക്കാം. നമുക്ക് സ്ഥിരമായിട്ട് യൂസ് ചെയ്യണ ലൈറ്റിംഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ലൈറ്റ് വാങ്ങണ നല്ലത്. എവിടെ വാ, കമൺ കൊയ് അടി വാങ്ങണം. അവിടെ ഇടിച്ച് വീട്ടിൽ പോകണം. അവിടെ നിന്ന് അല്ലേ, പുള്ളിക്കൊണ്ട് ഇടി എടുത്ത് വീട്ടിൽ പോകണം. അത് ടൈമിംഗ് മിസ്സായി ഇടി ഉറപ്പായിട്ട് കേട്ടുള്ളൂ. മസിൽ കാണിക്കണ്ട, മസിലോട്ട് സംഭവം. ഇവർക്ക് ഡയലോഗ് സ്ക്രിപ്റ്റ് പേപ്പർ ഒന്നുമില്ല, എല്ലാ കാര്യങ്ങളും മൈൻഡിലുണ്ട്. ഇപ്പൊ ഇവിടെ വെച്ച് കാര്യങ്ങൾ പറഞ്ഞു തരും. നമ്മൾ അതേപടി ചെയ്ത് കാണിച്ചാൽ മാത്രം മതി.
അടിച്ച് പൊട്ടിച്ചാ സംഭവം ഇത് എടാ ഇവ അടിക്കാൻ പോകുമ്പോഴേ ഇവിടെ ഇരുന്നിട്ട് ഈ 50 ഇടി ഇടിച്ചോണ്ടിരിക്കും. സ്റ്റാർട്ട് ക്യാമറ റോളിംഗ് ആക്ഷൻ. ബ്ലഡിന്റെ ആവശ്യം വന്നിട്ടുണ്ട്. ആ ഇടിക്കുന്ന സൈഡ് അവ ഇപ്പൊ എവിടെയാണ് അടിച്ച അവിടെ കൊണ്ടുപോകുമ്പോ എവിടെയാണ് നീ പിന്നെ ഫസ്റ്റ് ടേക്ക് ഓക്കെയാണ് പക്ഷേ ഇവനെ ബ്ലഡിന് ഫുള്ള് കുളിപ്പിക്കണം വേണ്ടല്ലോ. ഇവന്റെ ചുണ്ട് ഏരിയ കുളിപ്പിക്കണം, മൂക്കും. കാരണം ഇവിടെയാണ് ഇടി കിട്ടണം, ഇവിടെയാണ് കൊടുക്കണം ഇടി. ഇടി ഇവിടെയും 2 ഇടി ചുണ്ടിലും ഇവിടെ കൊടുക്കുന്നത്. പിന്നെ കൊറേ ചോര തുപ്പള ചോര പടം മുട്ട വയസ്സാണ് മിക്കവാറും സെൻസർ സർട്ടിഫിക്കറ്റ് കുറെ കട്ടാവട്ടെ സീൻസ് ഒക്കെ തിയേറ്റർ മിസ്സായി കട്ടായനെ. ഓക്കെ, ഞാൻ വീട്ടിൽ എത്തിയിട്ടുണ്ട്. ഷൂട്ടിംഗ് ഇനി ബാക്കി എടുക്കാമെന്ന് പറഞ്ഞത്. അപ്പോൾ എല്ലാവരും കഴിക്കാൻ പോയിട്ടുണ്ട്. എന്നെ കഴിക്കാൻ വിളിച്ചതാണ്. ഞാൻ പറഞ്ഞ് വീട്ടിൽ ഇപ്പോൾ കുറച്ച് സാധനം വാങ്ങാനുണ്ട്, വീട്ടിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് അടുത്തല്ലോ കരമനയിൽ നിന്ന് പൂജപ്പുര വരെ. അതുകൊണ്ട് വീട്ടിലേക്ക് സാധനം വാങ്ങി കൊടുത്തിട്ട് ഈ കാപ്പിയും കുടിച്ചിട്ട് അപ്പോൾ അടുത്ത ബാക്കി സീൻ എടുക്കാൻ പോകണം. സീനൊക്കെ സൂപ്പറാണ് കേട്ടാ. എനിക്ക് ഹീറോയിനുണ്ട്. ഇനി ഞാൻ വില്ലേ, എനിക്കൊരു ഭാര്യയും മോളുമായിട്ട് അഭിനയിക്കുന്ന ആളുണ്ട്. മോളിന്റെ പേരാ മാളൂട്ടി. സത്യമായിട്ടും അത് ഈ വേറെ മാളൂട്ടി ഉണ്ട് ഇഷ്ടം പോലെ. മാളു കൃഷ്ണനാണ് പേര്. മാളൂട്ടി ചെല്ലമാൻ വിളിക്കാം നല്ല. ഭാര്യയുടെ പേര് എന്തോ പേര് മറന്നുപോയില്ലേ പേര്, ഇപ്പൊ പരിചയപ്പെട്ടുള്ളൂ. ആ ഗായത്രി ഇല്ല, എന്തോ പേര് പറഞ്ഞല്ലോ. ദിവ്യദർശിനി. ഞാൻ ബൈക്കിൽ പോണ സീനുണ്ട്. അപ്പൊ എന്റെ ബാക്കിൽ ആ പെണ്ണ് കയറിയിരിക്കും, ഫ്രണ്ടിൽ മാളൂട്ടി. ഇങ്ങനെ ബൈക്കിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ബീച്ചിലോട്ട് ഒരു സീൻ. അപ്പൊ അതാണ് സീൻ. എന്ത് അടുത്ത് ആ സീൻ എടുത്തോണ്ടിരിക്കുന്നത് സൂപ്പറാണ്. ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും, സിനിമ അങ്ങനെ ആയിക്കോളൂ അല്ലേ. പുതിയ ഹീറോയിൻസ് അഭിനയിക്കും, അവരെയൊക്കെ നമ്മൾ അഭിനയിക്കാൻ പറ്റും. അത് അവര് അങ്ങനെ സമ്മതിക്കൂല. നീ അവിടേക്ക് അറിയാമോ? അടുത്ത സിനിമയാവട്ടെ. ഈ സിനിമയിൽ മാവട്ടെ അഭിനയിക്കും. മാസി അഭിനയിക്കാൻ പറഞ്ഞ ദേഷ്യം കേട്ടോ ആള്. അശോട്ടി ഇപ്പൊ എന്ത് ചെയ്യാ? ഞാൻ ഇപ്പൊ അഭിനയിക്കണം വേണ്ടേ പറ. ആരൊക്കെ അഭിനയിക്കാൻ പറഞ്ഞ? നീ അഭിനയിക്കാൻ പറഞ്ഞ, ആച്ചി അഭിനയിക്കാൻ പറഞ്ഞ, എല്ലാവരും എടുക്കാനൊന്നുമില്ല അവിടെ. എനിക്ക് അഭിനയിക്കാൻ പറഞ്ഞില്ല. സത്യമായിട്ട് ഭയങ്കര പാടില്ല അഭിനയം, വിചാരിക്കും പോലെ ഇല്ല. നമ്മൾ ചില സീനൊക്കെ ചിരിക്കാൻ പറയാം, നമുക്ക് ചിരി വരണേ ഇല്ല. ഇങ്ങനെ ചിരിക്കുമ്പോൾ അതൊരു കോമഡി ആയിട്ട് മാറുകയാണ്. നല്ലപോലെ കറക്റ്റായി ചിരിക്കണം. അതില്ലെങ്കിൽ അതൊക്കെ ഇത് പാടുന്ന അറിയാമോ. അതായത് ഒരു സിനിമ നമുക്ക് കാണുമ്പോൾ പല കുറ്റങ്ങളും പറയാം ഓഡിയൻസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ. പക്ഷെ ഒരു സിനിമ അഭിനയിക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ അതൊരുപാട് പാടാണ്. ഒരു ആക്ടർ അവിടെ ഉണ്ടെങ്കിൽ ഒരുപാട് നമ്മൾ ഘട്ടങ്ങൾ കടന്നു പോയാൽ നല്ല ഒരു ആക്ടർ ആകാൻ പറ്റുള്ളൂ. എന്തോ അത് ഞാൻ കാണിച്ചില്ലേ. പിന്നെ ഒരു കാര്യം, വൈകിട്ട് എക്സിബിഷൻ ഉണ്ടായിരുന്നു ഇന്ന് സ്കൂളിൽ രാവിലെ. ഇതാണ് സംഭവം. ഫാക്ടറിയിൽ സോളാർ പാനലുണ്ട്. അത് കാരണം മലിനീകരണം ഇല്ലാതെ തന്നെ നമ്മുടെ പ്രകൃതി നല്ലപോലെ ശുദ്ധമായിട്ട് നല്ല ഓർഗാനിക് കൃഷി കിട്ടുകയും ചെയ്യും. അതായത് കുടിവെള്ളമൊന്നും മലിനീകരണം ആവാതെ തന്നെ നമ്മളെ പ്രകൃതി നല്ലപോലെ സംരക്ഷിക്കാൻ പറ്റും ഈ സോളാർ പാനലും. വിൻഡ് അവിടെ കാണാനില്ല, എല്ലാം അടിച്ച് പൊടിച്ചാ വിൻഡ് മില്ലൊക്കെ കറങ്ങണ ഫാന്. ശരി, ഓക്കെ. അപ്പൊ എന്തായാലും ഞാൻ കാപ്പിടിച്ച് നേരെ പോകണം അഭിനയിക്കാൻ. ബാക്കി അവിടെ ഹീറോയും വെയിറ്റ് ചെയ്യണം എനിക്ക് വേണ്ടിയിട്ട്. ഞാൻ ഇപ്പൊ എങ്ങനെ അഭിനയിക്കണം പറയാം. വൈഷു പറയുന്നത് ഇങ്ങനെ അഭിനയിക്കാൻ ഇഷ്ടമല്ല വൈഷുവിന്. ഞാൻ ഭർത്താവോട് അഭിനയിക്കട്ടെ? അപ്പൊ വേണ്ടേ? ഭർത്താവ് വേണ്ടേ? ഇപ്പൊ എങ്ങനെയാ വില്ലൻ അഭിനയിക്കാനാ? വെറും വില്ലൻ മാത്രം, എന്റെ കൂടെ ആരും ഇല്ല, കുടുംബമൊന്നും എനിക്കില്ല, അങ്ങനെ അഭിനയിക്കാം. അപ്പൊ കുഴപ്പമില്ല വൈഷു. ബോയ്സ് മാത്രം അഭിനയിച്ചാൽ ഗേൾസ് ഒന്നും അഭിനയിക്കും. ഭാര്യ അമ്മ ഒന്നും പറഞ്ഞില്ല. പിന്നെ നേരത്തെ ഷർട്ടിൽ, അതായത് ഷർട്ടിൽ സൈഡിലെ ചെറിയ കറയുണ്ട്, രക്തത്തിന്റെ കറ. രക്തമല്ല,
അവരുണ്ടാക്കിയ രക്തമാണ് അത്. അപ്പൊ അത് തെറിച്ച് ഷട്ടില്. അപ്പൊ ഇത് ഇവള് പറഞ്ഞിട്ട് പറയല്ലേ ഏതോ ഗേൾ ഫ്രണ്ടിന്റെ കുങ്കുമം എന്തോ ആണെന്നോ ലിപ്സ്റ്റിക് ആണെന്നോ കൊള്ളാം. അവിടെ ഫുള്ളും ബോയ്സ് മാത്രമേ ഉള്ളൂ, ഗേൾസ് ഒന്നും ഇല്ല. വേറൊരു പയ്യന് മാത്രമാണ് നായികയുള്ളത്, ബാക്കി എല്ലാവരും വില്ലന്മാരാണ്. ഞാൻ വില്ലൻ. ഓക്കെ, അത് രക്തത്തിന്റെ കറയാണത്, അത് ഇത് കെമിക്കലാണത്. ഓക്കെ, കാപ്പിടിച്ച് പോ, സമയം പോയിട്ട് ഓടിയാ 1 മണിക്കൂർ. നാളെ പോകണ്ട പിന്നെ സ്കൂളിൽ. എനിക്കാ ഞാൻ ഉണ്ടാക്കാം. ആള് കൊള്ളാണ്ടോ, ആ സ്കൂളിൽ പോകണ്ടോ? എനിക്ക് ക്ഷീണമായോണ്ടോ? ഞാൻ ഇപ്പോൾ പോയിട്ട് പോരും. അതിന് ക്ഷീണം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, ഉണ്ടാകാം. ഓക്കെ ഓക്കെ, നമ്മൾ അഗൈൻ നമ്മൾ ആ ഷൂട്ടിംഗ് സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ തളർന്നില്ല, ഒരുപാട് റേറ്റൊക്കെ പോയിട്ടാ. എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഒരുപാടുണ്ട്. സത്യം പറഞ്ഞ അഭിനയത്തിന്റെ ABCD പോലെ എനിക്ക് അറിഞ്ഞൂടാ. ചില കാര്യങ്ങൾ ചെയ്യും കുഴപ്പമില്ല. ഈ ചിരി വരില്ല, ഒത്തിരി പാടാണ്. പഠിക്കണത്. എന്റെ വെഡിങ് കാണാമായിരുന്നു. ചിരിക്കാൻ പറയാം, ഞാൻ ചിരിക്കാൻ പറഞ്ഞു എല്ലാ ചീസും പറഞ്ഞു കൊള്ളാൻ പറഞ്ഞു. ഇത് കുഴപ്പമൊന്നുമില്ല. ഞാനും തുടക്കം ഇങ്ങനെയൊന്നുമില്ല അഭിനയിച്ചിട്ടുണ്ട്. നല്ല അഴുക്കേട്ട ആണല്ലേ, എല്ലാരും ശരിയാ അഭിനയിച്ചാണ് ഞാൻ ശരിയായിരുന്നു. അവനും ഇങ്ങനെയായിരുന്നു എന്നെ പോലെ അല്ലേ, കുറെ ടൈം പോയാ. ഇപ്പോഴത് അങ്ങനെ കേൾക്കും, പക്ഷെ അവസാനം ശരിയാക്കും, ക്യൂട്ടാക്കും. എല്ലാരും ചെറിയ ചെറിയ അബദ്ധങ്ങൾ കാണിച്ച് പഠിച്ച ആൾക്കാരല്ലേ. ഞാനല്ല ഉദ്ദേശിച്ചത്. അത് അതല്ല, ഞാൻ ഇതിങ്ങനെ കമത്തി അടിക്കാം. അപ്പൊ നേരത്തെ സീനിൽ എന്തൊക്കെ സംഭവം ഉണ്ടോ അത് കണ്ടിന്യൂ ചെയ്യാൻ പോവുകയാണ്. കറക്റ്റ് ചെയ്യണം, ഒരു മിസ്സാവാതെ. എവിടെയാണ് രക്തം ഉണ്ടായിരുന്നത് അവിടെ രക്തം കൊണ്ടുവരണം. കുങ്കുമം കറക്റ്റ് ആണോ അല്ലേ, നേരത്തെ പോലെ തന്നെ ഇരിക്കണം. ഇതിൽ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നവനാണല്ലേ ശരത്ത്. ഇടിയും കൊണ്ട് രക്തവും കാഞ്ച് മനസ്സിലായി. അത് തന്നെ ഞാൻ ഉദ്ദേശിക്കുന്നത്. കണ്ണി കൊണ്ടിട്ടത് അപ്പൊ ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇന്നത്തെ. ഇനി ബാക്കി സീൻ നാളെ എടുക്കാറുണ്ട്. നാളെ അല്ല, അടുത്ത് വിളിക്കും. ആ സമയത്ത് നമ്മൾ പോയാൽ മതി അല്ലേ. സീനുണ്ട് മൊത്തം. ഈ ഒരു ഫോൺ കോളിന്റെ സീൻ, എനിക്ക് ഫോൺ കോളും പിന്നെ ഫോൺ കോളോടെ ഉള്ളൂ. അത്ര ഫൈറ്റ് ഒന്നും ഇല്ലേ, ഞാൻ ഇരിക്കാൻ കാത്തിരിക്കാൻ. നല്ല ആംബിയർ കൊണ്ട് എനിക്ക് ഒരു ഫൈറ്റ് സീൻ വേണ്ട. എനിക്ക് എന്റെ ഫാൻസിന് വേണ്ടിട്ട് ഒരു ഫൈറ്റ് സീൻ വെച്ചിട്ട് മോശമായി പോയി. സെക്കൻഡ് പാർട്ടിൽ നമുക്ക് എന്തായാലും ഫൈറ്റ് സീൻ കാണാം. ഓക്കെ, നമ്മളെ തളപതി വിജയ പോലെ. സത്യം പറഞ്ഞാൽ അഭിനയിക്കാൻ വലിയ എനിക്ക് ഐഡിയ ഇല്ല. ഞാൻ വ്ളോഗ് ചെയ്യും നല്ല പോലെ ക്യാമറയ്ക്കകത്ത്. ഇത് വേറൊരു ഫീൽഡാണ്. അപ്പൊ ഇതിനകത്ത് ആദ്യത്തെ കുറച്ച് നേരം കഷ്ടപ്പാടായിരുന്നു, അഭിനയം നല്ല വന്നില്ലായിരുന്നു. പിന്നെ ഒന്ന് ചെയ്ത് റീടേക്ക് കുറെ പോയപ്പോ ഒരുമാതിരിയൊക്കെ സെറ്റായി വന്നല്ലേ. സന്തോഷമായാലും അത്ര തന്നെ. സത്യം പറഞ്ഞ ഒരു 10 മണിക്കൂറല്ലേ നമ്മൾ ഷൂട്ടിംഗ്. 6 മണിക്ക് തുടങ്ങി, മണി 2 മണിയായി, പുലർച്ചെ രാവിലെ ആയി. അപ്പൊ എല്ലാവരും ഗുഡ് മോർണിംഗ് പറഞ്ഞേക്കുന്നൂടാ. അപ്പൊ 8-10 മണിക്കൂറാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. അത് എത്ര ഷോട്ട്, എത്ര നിമിഷം വരും? 2 മിനിറ്റ് അല്ലേ, 2-3 മിനിറ്റിന് വേണ്ടി എത്ര വർക്ക് ചെയ്യണ്ട. ഇതൊക്കെയാണ് സിനിമ. പിന്നെ ബാക്കിയുള്ള നിങ്ങളെ കയ്യിൽ മാക്സിമം സപ്പോർട്ട് ചെയ്ത് ഇതുപോലത്തെ കൊച്ചു ഭയമാരെ. സത്യം പറഞ്ഞ് ഇവരൊക്കെ കാണുന്ന പോലെയല്ല, നല്ല എഫർട്ട് വർക്ക് ചെയ്യണം. അതായത് ഒരു പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അതിൽ ഏതറ്റം വരെ പോകാൻ തയ്യാറാണ്, എത്ര മണിക്കൂറാലും തയ്യാറാണ്. അതുകൊണ്ട് ഇവരെ പോലെ ആൾക്കാർ ഒരുപാട് സപ്പോർട്ട് ചെയ്യണം. ഇവരൊക്കെ എന്തായാലും ഉറപ്പ് ചുമ്മാ പറഞ്ഞല്ല, ഇവരൊക്കെ ഉറപ്പായിട്ടും മലയാള സിനിമയ്ക്ക് ആവശ്യമുള്ള പിള്ളേരാണ് ഇവരൊക്കെ. പിന്നെ കുറച്ച് ലേറ്റ് ആവുന്നുണ്ട് എടുക്കുന്നത്, അങ്ങനെ ഇരിക്കുള്ളൂ. കാരണം അവർക്ക് അവർ വിചാരിക്കുന്ന രീതിയിൽ ഷോട്ട് കിട്ടില്ലെങ്കിൽ അവർ ഒരുപാട് ലേറ്റ് ആക്കും. എന്നാലും ഇനി ഒരുപാട് എക്സ്പീരിയൻസ് ആകുമ്പോൾ ഒരുപാട് സ്പീഡപ്പ് ആവാൻ ചാൻസ് ഉണ്ട്. അതുപോലെ ഞങ്ങളുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട്. കാരണം ഞങ്ങൾ കറക്റ്റ് അഭിനയിച്ചാൽ മാത്രമേ ടേക്ക് ഓക്കെ ആവുള്ളൂ. അപ്പോൾ അതിൻ്റെ മിസ്റ്റേക്ക് കാരണമാണ് ലേറ്റ് ആവുന്നത്. ഓക്കെ, അപ്പോൾ വേറെ പറയണ്ട. അപ്പോൾ എന്തായാലും പടം റിലീസ് ആവുന്ന നേരത്തെ ഉറപ്പായിട്ട് അറിയിക്കും. നിങ്ങൾ സപ്പോർട്ട് എപ്പോഴും വേണം. ഈ വ്ളോഗിൽ ഇത്ര കാര്യങ്ങൾ പറയുന്നുള്ളൂ. ഓക്കെ, ഇവിടുത്തെ കുറച്ച് കാര്യം കാണിക്കുള്ളൂ, കൂടുതൽ കാണിക്കാൻ പറ്റൂല. റിവീലായ മോശമാണ്. കാരണം സിനിമ ഇറങ്ങുമ്പോൾ അതിന് സർപ്രൈസ് പോലെ. ഓക്കെ, സൂപ്പർ. അത്ര നമ്മളെ നിഴലാണെങ്കിൽ ഒന്ന് നിഴൽ പടം കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഒന്ന് കണ്ട് കുറച്ച് സപ്പോർട്ട് ചെയ്യുക. ഒരു ചെറിയ ഷോർട്ട് ഫിലിമാണ്, അത് വലിയ സ്റ്റോറി ഇല്ല. എന്നാൽ പോലും നമ്മളെ വർക്ക് സൂപ്പറാക്കി പയ്യന്മാർ. പക്ഷെ നേരിൽ പോയല്ല ഈ പടം, അതിനേക്കാൾ ഡബിൾ ടെക്നിക്കലായിട്ടും വിഷ്വലായിട്ടും നല്ല സൂപ്പർ ആയിട്ടുണ്ട്. മെയിൻ ഫൈറ്റ് സീൻ ഒരു രക്ഷയില്ല, പയ്യന്മാർ പൊളിച്ചു. ഈ പടത്തിന്റെ പേര് ദൂരെ അതിന് ദൂരെ. ഓക്കെ, അത് തന്നെ പറയാമല്ലോ. അപ്പോൾ ജീവിതത്തിൽ എന്ത് കഷ്ടം വന്നാലും നഷ്ടം വന്നാലും കുറച്ച് സെന്റ് അടിക്കുക, നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് മൂവ് ആണുക. മാക്സിമം ലൈഫ് അടിച്ച് പൊളിക്കാൻ നോക്കുക. കാരണം ഒരൊറ്റ ലൈഫേ ഉള്ളൂ. എല്ലാ പേജ് ലൈഫ് അടിച്ച് പൊളിക്കണം.